തൊമ്മൻകുത്തിൽ വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. വെള്ളിയാഴ്ചയാണ് ഇവിടെ കുരിശ് സ്ഥാപിച്ചത്. കുരിശ് സ്ഥാപിച്ചത് റിസർവ് വനത്തിലാണെന്ന് കാളിയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചു. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന സ്ഥലമാണിത്. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഇത് മനഃപൂർവ്വ സംഘടിതമായിട്ട് അവിടെ കയ്യേറാൻ ഉള്ള ശ്രമമാണ് നടന്നത്. JCB വിളിച്ചു, പല പോലീസിൽ ഇൻഫോം ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തി നമ്മളത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആൾക്കാർക്ക് കൂടുതൽ അവിടെ ഒന്ന് കൂടാനുള്ളൊരു ടൈം നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് സംഘർഷാവസ്ഥ ഒഴിവായി. നമ്മളത് മനഃപൂർവ്വം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. പെട്ടെന്ന് ഒരു മാസമായിട്ടുള്ളൊരു വേണ്ട എന്നുള്ളൊരു രീതിയിൽ തോന്നി. അതേസമയം കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് സെന്റ് തോമസ് ഇടവക അധികൃതരുടെ വിശദീകരണം. പട്ടയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. 65 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും 65 വർഷം പഴക്കമുള്ള ഭൂമിയിലാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളുമൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഇതാണ് പറിച്ചിട്ടിരിക്കുന്നത്. നെയ്യശ്ശേരി തോക്കുമ്പസാട് റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി. അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പാറപ്പുറത്തോ ഒന്നുമല്ല കൊണ്ട് കുരിശ് വെച്ചിരിക്കുന്നത്. തൊമ്മൻകുത്ത് പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ്. അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും. വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും വിശ്വാസികൾ ആരോപിച്ചു. 60 വർഷമായിട്ട് അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുരിശിരുന്നത്. ഞങ്ങൾ ഇന്നലെ 40-ാം വെള്ളിയാഴ്ച അങ്ങോട്ട് പരിഹാര പ്രദർശനം നടത്തിയതാണ്. ദുഃഖ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്നതാണ്. ആ കുരിശാണ് ഒരു മനുഷ്യനറിയാതെ അവർ ബലമായിട്ട് പൊളിച്ചെടുത്തുകൊണ്ട് പോയത്. ഫോറസ്റ്റ് എന്തുകൊണ്ട് ഉന്നതിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഫോറസ്റ്റിന്റെ സ്ഥലമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ ഒരു സെന്റ് ഭൂമി പോലും ഫോറസ്റ്റിന് അവിടെ ഇല്ല. ഞങ്ങളുടെ അറിവില്ല. എല്ലാവരുടെയും കൈവശം ഇരിക്കുന്ന ഭൂമികളാണ്. അതിനിടയ്ക്ക് പട്ടയമുള്ള സ്ഥലമുണ്ട്. എല്ലാവർക്കും പഞ്ചായത്തിന്റെ നമ്പറുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ കുരിശിന്റെ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്ന ആ വീട് ഈ അടുത്ത നാളിൽ റോഡിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടാണ് പൊളിച്ചു കളഞ്ഞത്. അതെ, അതിൻ്റെ അകത്ത് ഫോറസ്റ്റുകാർ ചെയ്തത് വളരെ അനീതിയാണ്. ഫോറസ്റ്റുകാർ ചെയ്തത് മേഖലയിൽ നിന്നും കുരിശ് പൊളിച്ചു നീക്കിയ സമയം നേരിയ തോതിൽ വാക്കുതർക്കവുമുണ്ടായി.